വളരെ നല്ല പടം. നേര് ഇന്നലെ കണ്ടായിരുന്നു. വളരെ സൂപ്പർ അടിപൊളി പടം. നമുക്ക് ഇത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അമ്മാതിരി റിസൾട്ടാണ് ജിത്തു ജോസഫ് നമുക്ക് തന്നേക്കുന്നത്. ഒട്ടും വരാൻ ചാൻസ് ഇല്ല. ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ ഉള്ളിന്ന് ചെന്ന് പറയാണ് ഒരാളടുത്ത്. ഇപ്പൊ ഞാൻ താങ്കളുടെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ ഒരു പടം കണ്ടു, കൊള്ളാം, പൊളി. അതിന് കാര്യം എന്താ? അങ്ങനെ പറയാനുള്ള കാര്യം എന്താ? നമ്മൾ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു പടം കണ്ടിട്ട് നമ്മൾ എന്താണ് വെറുതെ ആടാ കൊള്ളാം, വേണമെങ്കിൽ പോയി കാണും, കുഴപ്പമില്ല. പക്ഷെ ഇത് നമുക്ക് തുറന്നു പറയാൻ പറ്റും, ഒരു മനോഹരമായ ചിത്രമാണ്, എല്ലാരും പോയി കാണാം എന്നൊക്കെ പറയാൻ പറ്റും. നേരിന് കേസ് വരാൻ ചാൻസ് ഇല്ല. കാര്യം ആര് കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ്? ഈ പടം എടുക്കുന്ന ഡയറക്ടർമാരുടെ അടുത്തൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതേപോലെ ഓരോ കഥയില്ലാത്ത എടുക്കുന്നേക്കാട്ടി കഥയുള്ള ഒരു പടം എടുക്കൂ. ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് നല്ലത് പറയാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കൂ. ഒരു വിലയ്ക്കും ഇല്ലാതെ ഓരോ പടങ്ങൾ ഇറക്കിയിട്ട് കൊള്ളൂലെന്ന് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുക്കുന്നതാണോ മാന്യത? എന്നിട്ട് ഉള്ള യൂട്യൂബർമാരുടെ തലക്കിടേണ്ടതാണോ അതിന്റെ കാര്യം? ഇത് ജിത്തുവിന്റെ തന്നെ മാജിക് ആണ്. ജിത്തുവിന്റെ ഒരു മാജിക് ആയിട്ട് നമുക്ക് ഈ പടത്തിനെ കണക്കാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ലാലേട്ടൻ ഇല്ലെങ്കിലും ഇത് ആർക്ക് കൊടുത്താലും ഇതൊരു നല്ല കാര്യം. ഇത് കഥയിലാണ് ഇരിക്കുന്നത് പടം, അല്ലാതെ ഇതൊരു എന്താണ് മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് വിജയിച്ച ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഇതാണ് എന്റെ ഉത്തരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ് സാധാരണക്കാരുടെ ജീവിതമാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. കാര്യം അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിലാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും കുറെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവട്ടെ എന്നായിരിക്കാം ചിലപ്പോ ആ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ലാലേട്ടൻ എപ്പോഴാ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്? ലാലേട്ടന് നല്ല സിനിമകൾ കിട്ടുന്നില്ല. ലാലേട്ടനെ ആരാണ് ഇതേ അവസ്ഥയാക്കുന്നത്? പുതിയ കുറെ എന്താണ് ഡയറക്ടർമാരും അങ്ങനത്തെ കഥയും. അല്ലാതെ ലാലേട്ടൻ തിരിച്ച് ആരും ഒതുക്കിയിട്ടൊന്നുമില്ല. ലാലേട്ടൻ അതേപോലെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കുക. അല്ലാതെ പഴങ്കഞ്ഞിയൊക്കെ നമ്മൾ മാറ്റി ബിരിയാണി കഴിക്കാൻ നോക്കൂ.